പല്ലവി, നീ എന്താ ചെയ്ത്? അനുസരണയില്ലെന്നേ. ഒന്നും പറഞ്ഞ കേട്ടില്ല. ഒരു ഉത്തരവാദിത്വവും ഇല്ല. കല്യാണം കഴിഞ്ഞൊരു പെണ്ണല്ലേ ഇവിടെ? പെൺകുട്ടികള് ഇങ്ങനെയാണോ പെരുമാറുന്നേ? ഞാൻ പറഞ്ഞില്ലേ വിഷയം ഇത് തന്നെ അയക്കുമെന്ന്. പാർവതി പറഞ്ഞ ശരിയാ. ഇവൾക്ക് അനുസരണശീലം വളരെ കുറവാ. വേണ്ട വേണ്ട, രണ്ടാളും കൂടി ഇനി പല്ലവിയെ കുറ്റപ്പെടുത്തണ്ട. കല്യാണം കഴിഞ്ഞെങ്കിലും പല്ലവിക്ക് അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അവൾ ഇപ്പോഴും കൊച്ചുകുട്ടി തന്നെയാ. ഈ വീട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആള് പല്ലവി തന്നെയല്ലേ? അപ്പോ അവൾക്ക് ആ പ്രായത്തിന്റെ പക്വതയെ ഉണ്ടാവൂ. ചെറിയ വിഷയത്തെ പെരുപ്പിച്ച് കാണിച്ച് തല്ലാനും ഉപദ്രവിക്കാനൊന്നും നിൽക്കണ്ട. പാർവതി, ഇങ്ങോട്ട് വന്നേ, വാ. അമ്മേ, ഇരിക്ക്. ഇല്ലടാ, ഇന്ന് ഞാൻ ഇരിക്കുന്നില്ല. ഞാനിന്ന് നിങ്ങൾക്കെല്ലാവർക്കും വിളമ്പിത്തരാൻ പോവാ. ഞാൻ ഇന്നേവരെ നിനക്ക് മാത്രമല്ലേ വിളമ്പി തന്നിട്ടുള്ളൂ. നിനക്കും പാർവതിക്കുമായിട്ട് വിളമ്പി തന്നിട്ടില്ലല്ലോ. ഇന്ന് അത് നടക്കട്ടെ. മോനെ, ഇതെന്റെ വളരെ നാളായിട്ടുള്ള ആഗ്രഹ. ആ പാർവതി മോളെ, നീ ഇരിക്കേ. മോളെ, നീ ഇരിക്കേ, വാ. ഇരിക്കും മോളെ, ഞാൻ നിനക്ക് വിളമ്പിത്തരാം. എന്താ പതിവില്ലാത്തൊരു സ്നേഹപ്രകടനമൊക്കെ? പുതിയ എന്തെങ്കിലും പ്ലാന് തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ? ഇത് ഈ വീട്ടിൽ നിന്നുള്ള നിന്റെയും വിശാലിന്റെയും അവസാനത്തെ ആഹാരമാ. നിങ്ങളെ വയറ് നിറയെ ആഹാരം കഴിപ്പിച്ചിട്ട് പറഞ്ഞു വിടാന്ന് കരുതി. നീ ഇരിക്കേ പാർവതി. ദേ വിശാലെ, ഇവൾക്ക് കഴിക്കാൻ വലിയ മടി. അതാ ഇവള് പറഞ്ഞത് എന്റെ മുന്നിൽ എങ്ങനെയാ ഇരിക്കുന്നതെന്ന്. മോളെ, അതൊന്നും സാരമില്ല. മോളിരിക്കേ, വാ. വിശാലെ, നീ ഒന്നും പറയടാ. ഇരിക്ക് പാർവതി, അമ്മയല്ലേ പറയുന്നത്. പിന്നെ നീ എന്തിനാ മടിച്ചു നിൽക്കുന്നത്? ഇരിക്ക്, അമ്മയുടെ ആഗ്രഹമല്ലേ ഇത്. വാ ഇരിക്കേ. അമ്മ ഞങ്ങൾക്ക് വിളമ്പി തരില്ലേ? നിങ്ങൾക്കൊക്കെ പിന്നീടാവാം, വേറൊരു ദിവസം. ഇന്ന് ഇവർക്ക് മാത്രം. ഇവരിതിൽ വല്ല വിഷവും കലർത്തിയിട്ടുണ്ടാവോ? ഗോപിനാഥ് സാർ. ആ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇരിക്കടോ. സാറിന് സുഖമാണോ? ആ, തനിക്കോ? ആ, ഭാര്യയും മക്കളും? അവരും സന്തോഷമായിട്ടിരിക്കുന്നു. ഓഫീസൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ അല്ലേ? നന്നായിട്ട് നടക്കുന്നുണ്ട് സാർ. പാർവതി മാഡം ചെയർപേഴ്സൺ ആയതിനു ശേഷം നമ്മുടെ ബിസിനസ്സിൽ നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് സാർ. ആ, അതേതായാലും നന്നായി. അല്ല, താനിപ്പോൾ വന്നത്? അർജന്റായിട്ട് മാഡത്തിൻ്റെ സൈൻ കുറച്ച് ഫയലുകളിൽ വേണമായിരുന്നു. ഓ, ഞാനത് വാങ്ങാൻ വേണ്ടിയാണ് വന്നത്. അതിനെന്താ, ഞാൻ മോളെ വിളിക്കാം. ഓ, അല്ല, താൻ കൊണ്ടുവന്ന ഫയലുകളിൽ പാർവതി തന്നെയാണോ ഒപ്പുവെക്കേണ്ടത്?
അവളുടെ കയ്യൊപ്പ് തന്നെയാണോ വേണ്ടത്? ചെയർപേഴ്സൺ ആണ് ഒപ്പിടേണ്ടത്. ആ അത് പാർവതി മാഡം ആണല്ലോ. പാർവതി ഇപ്പോഴും കമ്പനിയുടെ ചെയർപേഴ്സൺ ആണോ? നിങ്ങൾ എന്താ ഈ പറയുന്നേ? രാവിലെ രണ്ടുപേരും ചേർന്ന് മാനേജറെ കളിയാക്കുകയാണോ? ഞങ്ങളെ കളിയാക്കിയൊന്നുമല്ല. പ്രിയ ചോദിച്ചാലും കാര്യമുണ്ട്. പാർവതി ഇപ്പോ ഗായത്രി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ചെയർപേഴ്സൺ അല്ല. വിനയ്, നീ എന്താ ഈ പറയുന്നേ? അങ്കിളിനും മാനേജറിനും ഞങ്ങൾ പറഞ്ഞത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടെന്നറിയാം. പക്ഷേ പറഞ്ഞത് സത്യ. പാർവതി ഇപ്പോ കമ്പനി ചെയർപേഴ്സൺ അല്ല. അവൾ ആ പദവി രാജിവെച്ചു. അതുകൊണ്ട് ഇനി ഫയലുകളിൽ പാർവതി ഒപ്പുവെച്ചാൽ അതിന് യാതൊരുവിധ വാല്യൂവും ഉണ്ടാവില്ല. നീ എന്തൊക്കെയാ വിളിച്ച് പറയുന്നേ? പാർവതി രാജിവെച്ചെന്നോ? എപ്പോ രാജിവെച്ചു? വെറുതെ നാവിന് എല്ലില്ലാന്ന് കരുതി എന്ത് അസംബന്ധവും വിളിച്ച് പറയരുത് നീ. പാർവതി രാജിവെച്ചെന്ന് ആരാ പറഞ്ഞത്? ഞങ്ങളിതൊന്നും അറിയണ്ടേ? ചേട്ടാ അറിഞ്ഞ കാണില്ല. പക്ഷേ പാർവതി രാജിവെച്ചു. ഇല്ലെന്ന് പാർവതി പറയട്ടെ. പറയേ പാർവതി, രാജിവെച്ചെന്ന് എല്ലാവരോടും പറയേ. ഏതായാലും രാജിവെച്ചില്ലേ, പിന്നെ പറയാൻ എന്തിനാ മടിക്കുന്നത്? ചെയർപേഴ്സൺ സ്ഥാനം മാത്രമല്ല, കമ്പനിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പാർവതി പിന്മാറുകയാണ്. അല്ലേ പാർവതി? സ്വത്തുക്കൾ കൈമാറുന്ന പത്രത്തിൽ മാത്രമാണല്ലോ ഞാൻ ഒപ്പിട്ട് കൊടുത്തത്. അന്നേരത്തെ വെപ്രാളത്തിൽ ഒന്നും വായിച്ചു നോക്കിയതുമില്ല. പത്രത്തിൽ എന്തൊക്കെ ഇവർ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്? അതിൽ എന്റെ രാജിക്കത്തും ഉണ്ടായിരുന്നോ? എന്റെ ഉദയനൂരമ്മ, ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ. പാർവതി, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ? നീ ഞാൻ അറിയാതെ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ചെന്നോ? രാജിവെച്ചോന്ന്? പാർവതി, ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഉണ്ട്. പാർവതി രാജിവെച്ചു, അത് വാസ്തവമാണ്. എടാ മോനെ, അതിന് നീ അവളെ കുറ്റപ്പെടുത്തൊന്നും വേണ്ട. നീയെന്നല്ല, ആരും ഇതിന്റെ പേരില് പാർവതിയെ കുറ്റപ്പെടുത്തരുത്. നമ്മളെല്ലാവരും ഇവളുടെ മാനസികാവസ്ഥയൊന്ന് മനസ്സിലാക്കണം. കുറച്ചു ദിവസമായിട്ട് പാർവതി എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഓഫീസിലെ ജോലിഭാരം ഇവൾക്ക് താങ്ങാൻ പറ്റുന്നില്ലെന്ന്. ഇവള് പറയുന്നതിലും കാര്യമുണ്ട്. ഒരു കമ്പനിയെ നയിച്ചു പോകുക എന്ന് വെച്ചാ അത് പഠിപ്പും വിവരവും ഉള്ളവർക്ക് പോലും ഏറെ ബുദ്ധിമുട്ടാ. പിന്നെയാണോ ഇതൊന്നും ഇല്ലാത്ത പാർവതിക്ക് ഇതൊക്കെ സാധിക്കുന്നത്? തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്നത് പോലെയല്ലേ ഇവളെ എല്ലാരും കൂടി ആ കമ്പനിയുടെ ഭരണം ഏൽപ്പിച്ചത്.
വിശാലിനോടുള്ള സ്നേഹം കൊണ്ടാ ഇവൾ ആ കസേരയിൽ കയറിയിരുന്നത്. പിന്നീടാ മനസ്സിലാക്കുന്നത് അതൊരു മരണസിംഹാസനമാണെന്ന്. പാവം. സഹിച്ച് ഇന്നലെ രാത്രി തീരെ സഹികെട്ട് എന്നോട് കരഞ്ഞു പറയാ, അമ്മേ, ഇനി എനിക്ക് ചെയർപേഴ്സന്റെ സ്ഥാനം വഹിക്കാൻ പറ്റില്ല. ഇനിയും ഞാനത് തുടർന്നാൽ സ്ട്രെസ്സും സ്ട്രെയിനും കാരണം ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന്. അതും പറഞ്ഞ് മോനെ, നീ ഇത് നോക്ക്. പാർവതി രാജിവെച്ചെന്നേ ആന്റി പറഞ്ഞുള്ളൂ. രാജിക്കത്തൊന്നും ഞാൻ കണ്ടില്ല. വായിച്ചു നോക്കട്ടെ. ഇത് രാജിക്കത്ത് മാത്രമല്ലല്ലോ. എല്ലാ സ്വത്തുക്കളും പ്രഭാവതി ആന്റിക്ക് എഴുതി കൊടുത്തിട്ട് പാർവതി ഈ വീട് തന്നെ ഉപേക്ഷിച്ചു പോകുമെന്നൊക്കെയാണല്ലോ ഈ ഡോക്യുമെന്റ്സിൽ നിന്ന് മനസ്സിലാവുന്നത്. പാർവതി, നീ എന്താ ഈ കാണിച്ചത്? നീ ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. പ്രഭാവതി അമ്മ ഞങ്ങളെ തീർത്തും ചതിച്ചു കളഞ്ഞല്ലോ. ഉദയന്നൂരമ്മ, അവരിങ്ങനെ ഞങ്ങളെ ദ്രോഹിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ലല്ലോ. മോളെ, നിനക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറയാൻ പാടില്ലായിരുന്നോ? പാർവതി, നീ കാണിച്ചത് മണ്ടത്തരോ. പാർവതിക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചോ വിശാലേട്ടനെ കുറിച്ചോ ഒന്ന് ചിന്തിക്കാൻ പാടില്ലായിരുന്നോ? വീണ്ടും വിചാരമില്ലാത്ത പ്രവൃത്തിയായി പോയത്. ആ, അതെല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയിരിക്കുന്നത്? വായിക്കേ. ജോലിഭാരം താങ്ങാനാവാതെ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെക്കുന്നു. സ്വത്തുക്കളും കൊട്ടാരം പോലുള്ള ഈ വീടും എനിക്ക് പരിപാലിക്കാൻ സാധിക്കുന്നില്ല. ആയതിനാൽ ഇതെല്ലാം ഉപേക്ഷിച്ച് കുറച്ചു കാലം നഗരത്തിന്റെ തിരക്കുകളൊന്നുമില്ലാത്ത പ്രശാന്ത സുന്ദരമായ ഒരിടത്തു പോയി സ്വസ്ഥമായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് രത്നചുരുക്കം. നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറഞ്ഞു, ദേ, ഓരോന്ന് ചോദിച്ച് പാവം പാർവതിയെ ഇങ്ങനെ വിഷമിപ്പിക്കരുതെന്ന്. നിങ്ങൾക്ക് ഒരല്പമെങ്കിലും മനസാക്ഷി വേണ്ടേ? ആകെ മനസ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുന്നവളാ പാർവതി. ഇവളുടെ മാനസിക സംഘർഷം നമ്മൾ മനസ്സിലാക്കണം. ഇനി ഉത്തരവാദിത്വം എല്ലാം ചുമന്ന് നടന്ന ആത്മഹത്യ ചെയ്യുമെന്ന് പറയുമ്പോ തന്നെ ഇവൾ അനുഭവിക്കുന്ന മനപ്രയാസം എത്രയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഊഹിച്ചൂടെ? ദേ, അതുകൊണ്ട് വെറുതെ വിചാരണ നടത്തി പാർവതിയുടെ പോക്ക് നിങ്ങൾ ആരും തടയണ്ട. പാർവതിയെ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് പോകാൻ അനുവദിക്കണം. പാർവതി പൊയ്ക്കോട്ടെ, എവിടെയാണെന്ന് വെച്ചാ പൊയ്ക്കോട്ടെ. എന്നിട്ട് അവിടെ പോയി ഇവളുടെ ആഗ്രഹത്തിനനുസരിച്ച് സ്വസ്ഥവും സുഖവുമായിട്ട് കഴിഞ്ഞോട്ടെ. അതല്ലേ പാർവതി നിനക്ക് വേണ്ടത്? പാർവതി, നീ നിന്റെ കാര്യം മാത്രമാണ് നോക്കിയതല്ലേ? നീ എന്നെക്കുറിച്ച് ചിന്തിച്ചതേ ഇല്ലല്ലേ? ഇവിടുന്ന് ശാന്തി തേടി നീ എങ്ങോട്ടാ പോകുന്നേ? നീ ഇല്ലെങ്കിൽ ഞാനിവിടെ എങ്ങനെ ജീവിക്കും പാർവതി?
അതെന്താ നീ ചിന്തിക്കാതെ? നിനക്ക് എല്ലാത്തിൽ നിന്നും വിശ്രമം ആവശ്യമുണ്ടായിരുന്നെങ്കിൽ അത് നിനക്ക് എന്നോട് പറയാറുന്നില്ലേ? എന്തൊക്കെ പറഞ്ഞാലും എനിക്കത് ഉൾക്കൊള്ളാനാവുന്നില്ല പാർവതി. നീ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്ക. നീ ഇവിടുന്ന് പോയാ പിന്നെ ഞാൻ... മോനെ വിശാൽ, അതോർത്ത് എന്റെ മോൻ വിഷമിക്കണ്ട. നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. എന്റെ കുഞ്ഞിന് ഒരു കുറവും വരുത്താതെ ഞാൻ നിന്നെ കെയർ ചെയ്യുമെന്ന് നിനക്കറിയാവുന്നതല്ലേ? ഏയ്, അതൊന്നും ശരിയാവില്ല. അതൊന്നും ശരിയാവില്ല അമ്മേ. പാർവതിയെ അങ്ങനെ തനിച്ച് വിടാനൊന്നും പറ്റില്ല. പാർവതി ഇല്ലെങ്കിലേ പിന്നെ ഈ വീട്ടിൽ ഞാനും ഉണ്ടാവില്ല. പാർവതിക്ക് വേണ്ടാത്ത വീടും സ്വത്തും അധികാരവും ഒന്നും എനിക്കും വേണ്ട. എല്ലാത്തിനേക്കാൾ ഉപരി എനിക്ക് വേണ്ടത് പാർവതിയാ. പാർവതി കൂടെ ഇല്ലാതെ എനിക്കിവിടെ ജീവിക്കാനാവില്ല. പാർവതി, നിനക്ക് ഇതിൽ നിന്നെല്ലാം മോചനമല്ലേ വേണ്ടത്? സ്വസ്ഥതയല്ലേ വേണ്ടത്? നിനക്ക് സ്വസ്ഥത കിട്ടുന്നിടത്തേക്ക് നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് പോവാം. ഞാനും വരുന്നു നിന്റെ കൂടെ. വേണ്ട സർ, എന്നോടൊപ്പം സാർ വരണ്ട. സാറ് ഇവിടെ തന്നെ കഴിയണം. എനിക്ക് വേണ്ടി എന്തിനാ സാർ ഈ വീട് ഉപേക്ഷിക്കുന്നത്? അത് പാടില്ല സർ. അത് ഒരിക്കലും പാടില്ല. ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. ഇല്ല പാർവതി, എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഞാൻ തനിച്ച് വിടില്ല. പാർവതി വിശാലേട്ടനും ഇവിടുന്ന് പോകരുത്. അതാ എൻ്റെ അഭിപ്രായം. അവര് പോകുന്നെങ്കിൽ പോട്ടെ. വിപിൻ സാർ എന്തിനാ തടയാൻ നിൽക്കുന്നത്? വിശാലേ, ഓളെ പാർവതി, നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം. നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് അങ്ങേറ്റ സങ്കടകരമാണ്. സ്വസ്ഥതയ്ക്ക് വേണ്ടി മറ്റൊരിടത്തേക്കും പോകേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ തന്നെ അതാകാമല്ലോ. കുറച്ച് ദിവസത്തേക്ക് എല്ലാ ഉത്തരവാദിത്തങ്ങളും മാറ്റിവെച്ച് ഒന്നിലും ഇടപെടാതെ നിങ്ങളുടെ കാര്യം നോക്കി ഇവിടെ തന്നെ സമാധാനത്തോടെ കഴിഞ്ഞൂടെ? അതിലെന്താ അത്ര തടസ്സം? ഒരിക്കലും നിങ്ങൾ ഈ വീട് വിട്ടു പോകരുത്. ഗോപിയേട്ടാ, പാർവതി പറഞ്ഞ വാക്കിന് വലിയ വില കൊടുക്കുന്നവളാണെന്ന് അറിയാമല്ലോ. പ്രാണൻ പോയാലും പാർവതി അവള് പറഞ്ഞ വാക്കിൽ നിന്ന് മാറില്ല. എടുത്ത തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കില്ല. ഇതൊക്കെ അറിഞ്ഞിട്ട് വെറുതെ എന്തിനാ ഗോപിയേട്ടാ അവളെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കുന്നത്? അവക്ക് പോകണമെങ്കിൽ പൊയ്ക്കോട്ടെ. അല്ല, അവള് മരിക്കാനൊന്നും അല്ലല്ലോ പോകുന്നത്. ഒരിത്തിരി ആശ്വാസത്തിന് വേണ്ടിയിട്ട് പോവല്ലേ. അവള് പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ ഗോപിയേട്ടാ. പാർവതിയുടെ ഉള്ളു തിരിച്ചറിഞ്ഞ് നമ്മളതിനെ അനുവദിക്കുകയല്ലേ വേണ്ടത് ഗോപിയേട്ടാ. പ്രഭാവതി, ഇതൊക്കെ നിന്റെ പദ്ധതിയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എനിക്കിപ്പോ എന്ത് ചെയ്യാനാകും? പാർവതി, നീ സ്വസ്ഥത തേടി എവിടേക്കാ പോകുന്നത്? അത് പറയ്. അതെന്നോർത്ത് ഗാർഗി ടെൻഷനാവണ്ട. ചേച്ചിക്ക് ഏറ്റവും സമാധാനം കിട്ടുന്ന ഇടം അമ്പലങ്ങളാ. അമ്പലങ്ങളിൽ സേവ ചെയ്ത് ജീവിക്കാനാ ചേച്ചിക്ക് ഏറെ ഇഷ്ടം.
കുട്ടിക്കാലം മുതൽക്കേ മിക്കവാറും സമയവും ചേച്ചി ക്ഷേത്രങ്ങളിൽ തന്നെയായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോഴാണ് അത് കുറഞ്ഞത്. അതുകൊണ്ട് ചേച്ചി ഏതെങ്കിലും അമ്പലത്തിൽ പോയി അഭയം പ്രാപിച്ചോളും, അല്ലേ ചേച്ചി? ശരിയാ. അമ്പലങ്ങളെക്കാളും സമാധാനം കിട്ടുന്ന ഇടം വേറെ എവിടെയാ ഉള്ളത്? അതാ ഏറ്റവും വലിയ പുണ്യവും. അമ്പലത്തിൽ പോയി അഭയം പ്രാപിക്കാനോ? അതൊന്നും വേണ്ട. പാർവതി, നീ ഇവിടെ നിന്ന് പോകുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമോ. ഞാൻ നിന്നോട് അപേക്ഷിക്കോ, നീ ഇവിടെ നിന്ന് പോവരുത്. പാർവതി, നീ ഇത് സ്വന്തം ഇഷ്ടപ്രകാരം എടുത്ത തീരുമാനം തന്നെയാണോ? പാർവതി, നീ ഇങ്ങനെ മിണ്ടാതെ നിൽക്കാതെ നിന്റെ തീരുമാനം എന്താണെന്ന് വാ തുറന്ന് പറയേ. ഇല്ലെങ്കിൽ ഇവരെല്ലാവരും ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. പറയൂ പാർവതി. ഇത് എന്റെ തീരുമാനം തന്നെയാണ്.